ശിവരാജ് ഗോകുൽ, BJP മറുപടി പറയേണ്ട ഒരു വിഷയം എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചല്ലോ. BJP സംസ്ഥാന ഉപാധ്യക്ഷനെതിരെ ഉയർന്നു വന്ന ആരോപണത്തെക്കുറിച്ചാണ്. അതിന് BJP മറുപടി പറയണം എന്നാണ് VD സതീശൻ പറഞ്ഞത്. തീർന്നിട്ടില്ല, വരാനിരിക്കുന്നുണ്ട് ഇനിയും യഥാർത്ഥത്തിലുള്ള ബോംബ് എന്ന് ഇന്ന് K മുരളീധരൻ പറഞ്ഞു. BJP കരുതിയിരിക്കുകയാണോ? അല്ല ഗോപകൃഷ്ണൻ, ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പഴയൊരു ചൊല്ലുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യമെന്ന്. ആ പറഞ്ഞതുപോലെ തന്നെ സന്ദീപ് വാര്യർ അവരുടെ കൂട്ടത്തിൽ എത്തിയതിനു ശേഷം VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നിലവാരം താഴ്ന്ന് ഏതാണ്ട് സന്ദീപ് വാര്യരുടെ അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് BJPയിലെ പർട്ടിക്കുലർലി പാലക്കാട് ജില്ലയിലെ കൃഷ്ണകുമാറുമായിട്ടും പ്രശാന്തുമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് സെറ്റിൽ ചെയ്യുവാനുള്ള, അല്ലെങ്കിൽ ആ സ്കോർ സെറ്റിൽ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് കണ്ടുകൊണ്ട് ഈ പറയുന്ന സ്ത്രീ പീഡന വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പോലും അദ്ദേഹം പെട്ടെന്ന് കളത്തിലേക്ക് ചാടി ഇറങ്ങുന്നത് അങ്ങനെയാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഉൾപ്പെടെയുള്ള, അദ്ദേഹം നിലവിലുള്ള പാർട്ടിയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നേരിട്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നത്തിനെ ധാർമ്മികമായി നേരിടുക എന്നുള്ളതിന് പകരം ആ സ്ത്രീകളുടെ പരാതികളെ മുതലെടുക്കുക, അവരുടെ കണ്ണീരിനെ മുതലെടുത്തുകൊണ്ട് തൻ്റെ രാഷ്ട്രീയമായിട്ട് തനിക്ക് വൈരാഗ്യമുള്ളവരോടുള്ള വൈരാഗ്യം തീർക്കുക എന്നുള്ള നിലയിൽ അദ്ദേഹം ഇറങ്ങിയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കും കേട്ടുകൊണ്ട് ചാടി ഇറങ്ങുന്ന തലത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് അതമ്പതിച്ചിരിക്കുകയാണ്. നോക്കൂ, ഒരു സ്ത്രീ പീഡന പരാതി ഉയർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഉൾപ്പെടെ പരാതി കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. 2022 മുതൽ അദ്ദേഹത്തിന് പരാതി ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിലവിൽ ഒന്നിലധികം സ്ത്രീകൾ നിരനിര ഓരോ ദിവസം ഒന്ന് എന്നുള്ള നിലയിൽ പുറത്തേക്ക് പരാതി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിഷയത്തിന് അവധാനതയോടുകൂടി നേരിടുക എന്നുള്ളതിന് പകരം അദ്ദേഹം വന്നിട്ട് നമ്മുടെ ഏതൊരു സിനിമയിൽ ക്ലൈമാക്സ് ഉണ്ടല്ലോ, എൻ്റെ ഡേഡി ഇതറിഞ്ഞാലുണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള ഭാഗ്യ ഭാഷകളും ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്കെതിരെയല്ല ഞാൻ ആരോപണം കൊണ്ടുവരുന്നു. നോക്കൂ, ഒരു സ്ത്രീ പീഡന വിഷയത്തിനെ നേരിടേണ്ടുന്നത് ആ വിഷയത്തിനകത്ത് ക്ലാരിറ്റി കൊടുത്തുകൊണ്ടും ആ വിഷയത്തിനകത്ത് അവധാനതയോടുകൂടി ആ വിഷയത്തെ പരിഹരിച്ചു നോക്കിയാണ് ആ വിഷയത്തെ നേരിടേണ്ടത്. നിങ്ങൾക്കെതിരെയല്ല ഞാൻ ആരോപണം കൊണ്ടുവരും എന്നുള്ള തലത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതിഭയങ്കരമായി പൊട്ടിത്തെറിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ കൃഷ്ണകുമാറിനെതിരെ ഉയർന്നു വന്ന ആരോപണത്തെക്കുറിച്ച് കമ എന്നൊരു അക്ഷരം മിണ്ടാത്തത് എന്തുകൊണ്ടാണ് എന്ന് VD സതീശൻ ചോദിച്ചു. എന്താ മറുപടി? തീർച്ചയായിട്ടും നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്ന സമയത്ത് രാഹുൽ ഒഴിച്ച് ബാക്കി എല്ലാവരും പുറത്തിറങ്ങിയെന്ന് സംസാരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാരണം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആ ആരോപണത്തിനെ നേരിടാനുള്ള ഗട്സ് തുടക്കത്തിൽ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. പിന്നീട് അദ്ദേഹം വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്ന് പറഞ്ഞു, ഞാനൊരു മെഗാ സീരിയൽ പോലെ ഒന്നൊന്നായിട്ട് വിഷയങ്ങളിൽ മറുപടി പറയാനൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഓരോ വിഷയവുമായി സെറ്റിൽ ചെയ്തിട്ട് പിന്നീട് ആ വിഷയം മാത്രം പുറത്ത് വന്ന് മറുപടി പറഞ്ഞ് അങ്ങനെ ഒരു കുറച്ച് സമയമെടുത്ത് വിഷയം സെറ്റിൽ ചെയ്യാന്നുള്ള BJPയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള കൃഷ്ണകുമാറിന് നേരെ ഒരു ആരോപണം വന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് മീഡിയ അഡ്രസ് ചെയ്യാൻ വന്നിട്ടുള്ള ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അദ്ദേഹത്തിനകത്ത് ഒളിക്കാനോ മറയ്ക്കാനോ ഒന്നുമില്ല. അദ്ദേഹത്തിന് മടിയിൽ കനവുമില്ല. അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു രാജീവ് ചന്ദ്രശേഖറും വരേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഇറങ്ങി വന്ന് നിന്നിട്ട് മറുപടി പറയുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അറിയാം താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ആരുടെയെങ്കിലുമൊക്കെ പിറകിൽ പോയി നിന്ന് സംരക്ഷണം തേടേണ്ടുന്ന കാര്യമില്ലല്ലോ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് VD സതീശൻ മുതൽ സന്ദീപ് വാര്യർ വരെയുള്ള ആൾക്കാരെ പുറത്തേക്ക് ഇറക്കി തൻ്റെ മുന്നിൽ നിർത്തിയിട്ട് അവരുടെ എല്ലാം പുറകിൽ പോയി നിന്ന് മറുപടി പറയേണ്ടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടായിട്ടുള്ളത്. കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിന് പാലക്കാട്ടെ ജനങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് കേരളത്തിലുള്ള BJPയുടെ മുഴുവൻ പ്രവർത്തകർക്ക് നല്ല നിശ്ചയമുണ്ട് അദ്ദേഹത്തിനെ കുറിച്ചിട്ട്. അത് എന്നുവരെയും BJPക്കുള്ള നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇന്ന് കോൺഗ്രസിനൊപ്പമുള്ള സന്ദീപ് വാര്യർ ആണല്ലോ ഇതൊന്നുമല്ല അകത്ത് നടന്നിട്ടുള്ള സംഭവങ്ങൾ. ഇതിനേക്കാളൊക്കെ അപ്പുറം ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീ ഈ വിഷയം ഉന്നയിക്കുകയും അത് നേതാക്കളുടെ മുന്നിലേക്ക് എത്തുകയും അതിൽ നടപടി കൈക്കൊള്ളുമെന്ന് ഉറപ്പ് നൽകുകയും അങ്ങനെ അതിനകത്ത് പിന്നെ ഒരു സെറ്റിൽമെൻറ്റ് നടന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ഒരാളല്ല, BJPക്ക് ഒപ്പം ഉണ്ടായിരുന്ന പാലക്കാട്ട് അവിടുത്തെ BJPയുടെ രാഷ്ട്രീയ രസതന്ത്രം അറിയുന്ന ഒരാളാണ് അത് പറഞ്ഞിരിക്കുന്നത്, സന്ദീപ് വാര്യർ.
അത് തന്നെയാണ് ഗോപികൃഷ്ണൻ ഇതിനകത്തുള്ള പ്രശ്നം. സന്ദീപ് വാര്യർ എന്തിനാ പാർട്ടി വിടുന്ന സാഹചര്യം ഉണ്ടായത്? അദ്ദേഹം പാർട്ടി വിട്ട ദിവസം മുതൽ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്ന ആർക്ക് നേരെയാണ്? കൃഷ്ണകുമാറിന് നേരെയാണ്. ആരോപണം ഉന്നയിക്കുന്ന ഈ കഴിഞ്ഞ ഒരു വർഷം ഏതാണ്ട് 8 മാസമാവുന്നല്ലോ അദ്ദേഹം പാർട്ടി വിട്ടുപോയിട്ടുണ്ട്. ഈ 8 മാസത്തിനിടയിൽ എപ്പോഴെങ്കിലും അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കൃഷ്ണകുമാർ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പറയുന്ന കൃഷ്ണകുമാറിനെ ആവട്ടെ പ്രശാന്ത് ശിവനെ ആവട്ടെ ഏതെല്ലാം തലത്തിൽ തേജോവധം ചെയ്യാമോ അതെല്ലാം തലത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടന്നിട്ടും ഇങ്ങനൊരു സ്ത്രീ പീഡന പരാതി ഉന്നയിക്കുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരാതി അദ്ദേഹത്തിന് തന്നെ അറിയാം, സന്ദീപിന് തന്നെ അറിയാം. പരാതിയൊക്കെ സെറ്റിലായി പോയ വിഷയമാണ്. അത് സ്വത്ത് തർക്കവുമായി വന്നിരിക്കുന്ന ഒരു വിഷയമാണ്. ആ സ്വത്ത് തർക്കത്തിന് ഒരു ഗ്രാവിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരു പരാതി അല്ലാത്ത രീതിയിൽ എന്നെ ശാരീരികമായി കൈകയറ്റുകയും ചെയ്തു എന്നോ അല്ലാത്തൊരു ലൈംഗിക പീഡനം എന്ന് പറഞ്ഞൊരു വരി എഴുതി കയറ്റിയതാണ്. അത് കൃഷ്ണകുമാർ തന്നെ പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചു, അതിന് ഉമ്മൻചാണ്ടിയുടെ പോലീസ് അന്വേഷിച്ചു. ഇവരാരും ഞങ്ങളുമായിട്ട് സെറ്റിൽമെന്റിലുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ആ പരാതി എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ചിരിക്കുന്നതാണെന്നുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ്, അതായത് ഈ പറയുന്ന പീഡനം ഉന്നയിച്ചിരിക്കുന്ന സ്ത്രീയുടെ അച്ഛൻ കൂടെയാണല്ലോ. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാർ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇത് വെറുതെയാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇപ്പോൾ സ്ത്രീ പീഡന വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിലവിലെ പാർട്ടിയിലെ ഒരു നേതാവിന് നേരെ ഒരു വിഷയം വരികയും അത് വലിയ വിവാദമായി മാറുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്ന അദ്ദേഹത്തിന് രണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. ഒന്ന്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ പറയുന്ന വ്യക്തിപരമായിട്ടുള്ള ശത്രുത തീർക്കണം, ശത്രുതാക്കിയ പ്രതികാരം ചെയ്യാനും കിട്ടിയ ഒരു അവസരം. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ആളാണെന്ന് അദ്ദേഹത്തിന്റെ പുതിയ പാളയത്തിൽ അദ്ദേഹത്തിന് തെളിയിക്കണം. ഈ മച്ചി പശുവിനെ തൊഴുത്തു മാറ്റി കെട്ടിയാൽ ആ മച്ചി പശു പ്രസവിക്കാനും പോകുന്നില്ല, പാല് തരാനും പോകുന്നില്ല എന്നുള്ള കാര്യം കുറച്ചു കാലം കഴിയുമ്പോഴേ VD സതീശന് മനസ്സിലാവുകയുള്ളൂ. അദ്ദേഹം ഇപ്പം തന്നെ കരുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം 25 ലിറ്റർ പാല് തരുന്ന ഒരു പശുവിനെയാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം കരുതിയിരിക്കുന്നത്. ഇതങ്ങനെയൊന്നും അല്ല, അതൊരു മച്ചിപ്പശു ആണെന്നുള്ള കാര്യം കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. ഇന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഞാനൊരു ബോംബും കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയിട്ട് അവസാനം ഒരു ഓലപ്പടക്കത്തിന്റെ വില പോലും ഇല്ലാത്തൊരു സാധനവും കൊണ്ട് കൊടുത്തിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും VD സതീശൻ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. കാരണം അദ്ദേഹം ഇനിയിപ്പോൾ ഉന്നയിക്കാൻ പോകുന്ന ആരോപണങ്ങളുടെ ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ CPM-നെതിരായിട്ട് ഉന്നയിക്കുവാൻ പോലും വലിയൊരു സാധനം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സാധനം പോലും ഇതുപോലൊരു നനഞ്ഞ പടക്കമായിരിക്കും എന്ന് ആൾക്കാർ പറയുന്ന തലത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ തള്ളിയിടാനാണ് ഈ ഒരു സംഭവം ഉപകാരപ്പെട്ടിരിക്കുന്നത്. അല്ലാണ്ട് മറ്റൊന്നും അതിനകത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ശരി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.